JCL എറണാകുളം പ്രസ് ക്ലബ്ബ് ജേതാക്കൾ 9 വിക്കറ്റിന് തിരുവനന്തപുരത്തെ തകർത്തു. രഞ്ജു മത്തായിയും അഭിലാഷും ചേർന്നുള്ള മികച്ച കൂട്ടുകെട്ടാണ് അവസാന ഓവർ വരെ നീണ്ട മത്സരത്തിൽ എറണാകുളത്തിന് വിജയം സമ്മാനിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞു നിന്ന ഫൈനൽ പോരാട്ടം, രഞ്ജു മത്തായിയുടെ മിന്നും പ്രകടനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവുമാണ്. എന്താണ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയൂ സുർജിത്ത്. തീർച്ചയായും റിജിത്ത്, അതൊരു ഗംഭീര മത്സരമായിരുന്നു. ഫൈനൽ എന്ന് പറഞ്ഞാൽ അത് ഗംഭീര ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ രഞ്ജു മത്തായി അടക്കം എറണാകുളത്തിന് വേണ്ടി ബാറ്റ് ചെയ്തി മികച്ച പ്രകടനം, വളരെ ആവേശകരമായ പ്രകടനം. ആ പ്രകടനത്തിനൊടുവിൽ തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബിന്റെ ടീം വിജയിച്ചിരിക്കുന്നത്. അത് വലിയ ഒരു വിജയം തന്നെയാണ്. 85 റൺസിനെ മറികടന്നത്. അത് അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞു നിന്ന മത്സരം തന്നെയായിരുന്നു. ആ മത്സരത്തിൽ വളരെ വാശിയേറിയ മത്സരം. ആ മത്സരത്തിനൊടുവിൽ അവരുടെ വിജയാഹ്ലാദം കാണുക, അത്രമേൽ ആഹ്ലാദം. കാരണം അത് ഒരു ചരിത്രത്തെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ജേതാക്കളായിരുന്നത് തിരുവനന്തപുരമായിരുന്നു. എന്നാൽ ഇത്തവണ ചരിത്രം മാറി. ചരിത്രം എറണാകുളത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ അതിൽ ചരിത്രം പിറന്നിരിക്കുന്നു. പ്രസ് ക്ലബിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഷനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് കഴിഞ്ഞ വട്ടം കൈവിട്ട് പോയ ഞങ്ങളുടെ കിരീടം ഇത്തവണ പിടിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ ചുരം കയറിയത്. ഞങ്ങൾ എങ്ങനെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നോ അത് കിരീടമായി പോകുമെന്ന് ഉറച്ചു. ഞങ്ങളുടെ കുട്ടികൾ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മുടെ രഞ്ജുമത്തായി അബി മുന്നോട്ട് വരൂ. അബി മികച്ച പ്രകടനം ഈ ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ച നമ്മുടെ രഞ്ജുമത്തായി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്, പ്രേക്ഷകർ ഞങ്ങൾക്ക് കിട്ടിയത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചാനൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത്. എൻ്റെ ഫാമിലി എല്ലാവരും സഫർ ചെയ്തു, അതിൻ്റെ നേട്ടം കിട്ടി. എറണാകുളം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കരഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷെ ഇത്തവണ ഞങ്ങൾ കപ്പെടുത്തിട്ടാണ് പോകുന്നത്. രഞ്ജുവിന്റെ കുടുംബമടക്കം ഇവിടേക്ക് എത്തിയിരുന്നു അല്പസമയം മുമ്പ്. എന്തായാലും രഞ്ജു അവർക്കൊരു വാക്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടതാണ്. അത് എന്തായാലും വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. ആ വിജയം സംഭവിച്ചു എന്നുള്ളതാണ്. അബി മാൻ ഓഫ് ദ സീരീസ് ആകാൻ സാധ്യതയുള്ള ആൾ. എന്തായാലും നല്ല സീരീസ് ആണ് എന്ന് എന്താണ് പറയാനുള്ള അബിക്ക്? ടീമിന്റെ കൂടെ കൂടി ഞങ്ങളെല്ലാം ഫയറായി, അത് കത്തിക്കേറി കപ്പെടുത്ത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ളൊരു ആഹ്ലാദം ഇവരുടെ ആഹ്ലാദം. എന്തായാലും 3 ദിവസമായി ഇവിടെ നടന്നിരുന്ന ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ, KCAയുടെ കീഴിലുള്ള സ്റ്റേഡിയത്തിൽ വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത്. ഓരോ പ്രസ് ക്ലബ്ബുകളും വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. ആ മത്സരത്തിലൊടുവിൽ എറണാകുളം വിജയ കിരീടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ സമ്മാനദാന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് ഒരു ചരിത്രം അട്ടിമറിച്ചതിന്റെ ആവേശം എറണാകുളത്തെ സംബന്ധിച്ചുണ്ട്. ആ ആവേശം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. JCL എറണാകുളം പ്രസ് ക്ലബ്ബ് ജേതാക്കളായിരിക്കുന്നു. 9 വിക്കറ്റിന് തിരുവനന്തപുരത്തെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.